അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ വേദനയേറിയ ചരിത്രാധ്യായങ്ങളാണ് പ്രവാചകരെയും അവിടുത്തെ അനുയായികളെയും ബനു ഹാഷിം ഗോത്രക്കാരെയൊക്കെ മക്ക ഖുറൈശികൾ ഉപരോധത്തിൽ ഏർപ്പെടുത്തി അവരെ അകറ്റി നിർത്തിയ ദിവസങ്ങളെന്നത്. കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ പ്രവാചകനും ബനു ഹാഷിം കുടുംബക്കാരും ഒക്കെ വളരെ അതിദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ട അത്രയും വേദനാജനകമായ ആ ചരിത്ര രംഗങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാലയളവിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്ന അബ്സീനിയയിൽ മുസ്ലിങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കപ്പെടുന്ന വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഈ സന്തോഷ മുഹൂർത്തങ്ങളൊക്കെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറെ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഈ സാഹചര്യങ്ങളും ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാമിക സ്വീകരണമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഈ സീരീസിലൂടെ സംസാരിച്ച് വെച്ചതാണ്. ആ വീഡിയോസൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ കഥയിലേക്ക് കടക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ ഉമർ റളിയല്ലാഹുവിനും ഹംസ റളിയല്ലാഹുവിനൊക്കെ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ മക്ക ഖുറൈശികൾക്ക് വളരെ ദേഷ്യം വരുന്നുണ്ട്. ഏത് വിധേനയും ഇവരെയൊക്കെ തകർത്ത് കളയാനുള്ള പുതിയ പദ്ധതികളാണ് അവർ ആവിഷ്കരിക്കുന്നത്. അങ്ങനെ അവർ നേരെ വരുന്നത് അബൂജഹലും സംഘവും ഒക്കെ എത്തുന്നത് അബൂ ത്വാലിബിൻ്റെ അടുത്തേക്കാണ്. ഒരുപാട് തവണ ഈ പ്രവാചകനെ ഈ അതിരുവിട്ട കളിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ഞങ്ങൾക്ക് കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രവാചകൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് അബൂ ത്വാലിബിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അബൂ ത്വാലിബിനെയാണ് ചരിത്രത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത്. ഇത്തവണ അബൂജഹലും സംഘവും വന്നുകൊണ്ട് അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, ഒന്നുകിൽ ഞങ്ങൾക്ക് മുഹമ്മദിനെ കൊല്ലണം, അല്ലെങ്കിൽ ഞങ്ങൾ ബനു ഹാഷിം കുടുംബക്കാർക്കെതിരെ മുഴുവനും ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രത്തോളം ക്രൂരമായിട്ട് ഒരു സമൂഹത്തോട് ജനങ്ങൾ മുഴുവനും ഉപരോധം ഏർപ്പെടുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. അഥവാ അവർക്ക് ഭക്ഷണം നൽകില്ല, വെള്ളം നൽകില്ല, അവർക്ക് കുടിക്കാൻ ആവശ്യമായ ഒന്നും, ജീവിക്കാൻ ആവശ്യമായ ഒന്നും നൽകില്ല. മാത്രമല്ല അവർക്ക് ആവശ്യമായ കച്ചവട ബന്ധങ്ങൾ അവരിൽ നിന്ന് വാങ്ങാനോ അവരിലേക്ക് വിൽക്കാനോ പാടില്ല. മാത്രമല്ല അവരിലേക്ക് വിവാഹ ബന്ധങ്ങൾ പോലും പാടില്ല. തുടങ്ങിയ എല്ലാ വിധേനയും ആ സമൂഹത്തെ ഒറ്റപ്പെടുത്തി നശിപ്പിച്ച് കളയാനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ ഉപരോധം എന്നുള്ളത്. ബനു ഹാഷിമുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കച്ചവടക്കാരാണ്. അവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പോലും അവരിൽ നിന്ന് കച്ചവട സാധനങ്ങൾ എടുക്കാനോ അവർക്ക് വിൽക്കാനോ സമ്മതിക്കാത്ത വിധം അവരെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് അവർ വന്നത്. ഈ ഖുറൈശികളിൽ നിന്ന് 40 നേതാക്കൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഈ കരാർ എഴുതുകയും മാത്രമല്ല ശേഷം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ കരാർ പത്രം അവർ കഅബയുടെ അകത്ത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നതോടുകൂടെ അബൂ ത്വാലിബ് തൻ്റെ ബനു ഹാഷിം ഗോത്രക്കാരെ മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ബനു ഹാഷിം ഗോത്രത്തിൽ നിന്ന് മുസ്ലിമായ എല്ലാ മനുഷ്യരും ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അബൂ ത്വാലിബ് അവരോട് സംസാരിക്കുന്നുണ്ട്, ഇത്രയും അവഗണനകൾ സഹിച്ചിട്ട് നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അല്പകാലം ഇവിടെ നിന്ന് മാറി നിൽക്കാം. എല്ലാവരും അബൂ ത്വാലിബിൻ്റെ ആ കൽപ്പനക്ക് വഴങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അടുത്തുള്ള മക്കയുടെ അടുത്തുള്ള ഒരു താഴ്വരയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ മക്കയുടെ സമീപത്തുള്ള ആ താഴ്വര പിന്നീട് അറിയപ്പെടുന്നത് ഷേബ് അബൂ ത്വാലിബ് എന്നാണ്. അബൂ ത്വാലിബിൻ്റെ താഴ്വര എന്ന രീതിയിലാണ് ആ താഴ്വര തന്നെ പിന്നീട് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ബനു ഹാഷിം ഗോത്രക്കാരിൽ നിന്ന് മുസ്ലിമായ ആളുകൾ മുഴുവനും മുസ്ലിം അല്ലാത്ത ആളുകളെ അവർ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നു. മാത്രമല്ല അബൂ ലഹബൊക്കെ നേരത്തെ ഞാൻ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഗോത്രക്കാരെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് അബൂ ലഹബൊക്കെ തിരിച്ച് അവരുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അവരെല്ലാം നഷ്ടപ്പെട്ട് ഈ ഷേബ് അബൂ ത്വാലിബിലേക്ക് അവരുടെ താമസവും ജീവിതമൊക്കെ അവർ പറിച്ച് നടുകയാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന നിറഞ്ഞ ദിവസങ്ങളാണ്. അങ്ങനെ വർഷങ്ങളാണ് പ്രവാചകനും സ്വഹാബത്തും അവിടെ കഴിയുന്നത്. ഖദീജ ബീവിയുടെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നയായിട്ടുള്ള, നമ്മൾ നേരത്തെ ഖദീജ ബീവിയുടെ കഥകളൊക്കെ നമ്മൾ നേരത്തെ ഈ സീരീസിലൂടെ സംസാരിച്ച് വെച്ചതാണ്. തോഹിറ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. അവരുടെ വീടിൻ്റെ മുകളിൽ പച്ച വിരിപ്പ് ഇടുമായിരുന്നു. മക്കയിൽ പട്ടിണി കിടക്കുന്ന, വിശക്കുന്ന, പൈസ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലാം. അവിടെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ സമ്പന്നയായിരുന്ന സ്ത്രീ ഇത്രയും മനുഷ്യർക്ക് എല്ലാവിധത്തിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉപകരിച്ചത് എൻ്റെ ഖദീജയുടെയും അബൂബക്കർ തങ്ങളുടെയൊക്കെ സമ്പത്താണെന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ കൂടെയാണ്.
ഇങ്ങനെ പട്ടിണിക്കിട്ട് കച്ചവടമില്ലാതെ പൈസ ഇല്ലാതെ വേവുന്ന അവസ്ഥയിലൊക്കെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ എല്ലാവിധ സഹായങ്ങളും നടത്തുന്നത് ഇങ്ങനെ ഖദീജ ബീവിയുടെയും അബൂബക്കർ തങ്ങളൊക്കെയാണ്. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ഇവർക്ക് കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല. ഇത്രയും ആളുകൾക്ക് ഭക്ഷണവും ആവശ്യ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ പുറത്തു നിന്നൊക്കെ സാധനം എത്തിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ പോലും പുറത്തു നിന്ന് കച്ചവടക്കാർ ആ നാട്ടിലേക്ക് എത്തുമ്പോൾ അബൂജഹലും ആളുകളും ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ബനൂ ഹാശിമുകാർക്ക് കച്ചവടം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശന അനുമതിയില്ല. എന്നിട്ടും അവിടെ പ്രവേശിക്കുന്നവർക്ക്, ഈ ബനൂ ഹാശിമുകാർക്ക് വിൽക്കാൻ തയ്യാറാവുന്നവരിലേക്ക് അതിൻ്റെ ഇരട്ടി വില നൽകിയിട്ട് ഒരാവശ്യവുമില്ലാതെ ആ കച്ചവട സാധനങ്ങളൊക്കെ വാങ്ങുന്ന അബൂജഹലിനെ, ഇത്രത്തോളം ക്രൂരമായിട്ട് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന അബൂജഹലിനെ ആ ചരിത്രത്തിൽ മുഴുവനും നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും അതിദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാതെ. ബിലാൽ തങ്ങളുടെ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, വിശപ്പടക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ മരത്തിൽ നിന്ന് പച്ചിലകൾ പറിച്ചിട്ടായിരുന്നു അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരു ദിവസം രാത്രി വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ സാധിക്കാതെ സഅദ് റളിയല്ലാഹു അൻഹു രാത്രി ഉണർന്ന് കിടക്കുകയാണ്. രാത്രി ഏറെ സമയം വൈകിയിട്ടുണ്ട്. അദ്ദേഹം മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാത്രി എഴുന്നേറ്റിട്ട് മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മൂത്രമൊഴിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നത് വേറെന്തോ വസ്തുവിൻ്റെ മുകളിലേക്കാണ്. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, എന്നോ ചത്തുപോയ ഒരു ഒട്ടകത്തിൻ്റെ നശിച്ചു പോകാനിരിക്കുന്ന ദ്രവിച്ചു പോയ ഒരു തോലിൻ്റെ അവശിഷ്ടങ്ങളാണത് എന്ന്. ഉടനെ വിശപ്പിൻ്റെ ആധിക്യം മൂലം ആ മനുഷ്യൻ ആ തോലെടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി ചുടുവെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം അത് കഷ്ണങ്ങളാക്കി ദിവസങ്ങളോളം അത് ഭക്ഷിച്ച് ജീവിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെയും ആ ഉപരോധത്തിൻ്റെ ചരിത്രത്തിൽ ഷൈബ് അബൂ ത്വാലിബിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെയേറെ പീഡിപ്പിക്കപ്പെട്ട സാഹചര്യമായിരുന്നത്. രാത്രി നിന്ന് നിസ്കരിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് പ്രവാചകന് സഹിക്കവയ്യാതെ അത്രയും പെട്ടെന്ന് നിസ്കാരങ്ങൾ പോലും അവസാനിപ്പിക്കുന്ന അത്രത്തോളം വേദന നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഈ ഉപരോധത്തിൻ്റെ ദിവസങ്ങൾ എന്നത്. പ്രവാചകനെയും സ്വഹാബത്തിനെയും വളഞ്ഞിട്ടാക്രമിക്കുന്ന പട്ടിണി കിടന്ന ഖുറൈശികളുടെ ഒരു സമീപനമാണ് ഈ ഉപരോധത്തിലുണ്ടായിരുന്നത്. ഇത് ബനൂ ഹാശിമുകാർക്ക് മാത്രമല്ല, പുറത്ത് നിന്ന് ഇത് കാണുന്ന ആളുകൾക്ക് പോലും വളരെ അലിവ് തോന്നിയിട്ട്, ഈ മനുഷ്യരോട് പാവം തോന്നിയിട്ട് വളരെ രഹസ്യമായിട്ട് പലപ്പോഴും ആളുകൾ ഇവർക്ക് ഭക്ഷണം കൊണ്ടെത്തിച്ചു കൊടുത്തിരുന്നു. ഒരു ദിവസം ഈ വേദനകളൊക്കെ കണ്ടു നിൽക്കുന്ന പ്രവാചകൻ ആ കരാർ എഴുതിയ ആൾക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടനെ മൻസൂർ ബിൻ ഇക്രിമ എന്ന വ്യക്തിയുടെ ഉടനടി അദ്ദേഹത്തിൻ്റെ കൈ തളർന്നു പോയി എന്നുള്ളതാണ്. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ പ്രവാചകനെയും സഹാബത്തിനെയും ഏറെ വേദനിപ്പിച്ച രംഗങ്ങളായിരുന്നു. അതിന് അബൂജഹൽ തന്നെയായിരുന്നു ഈ ക്രൂരപീഡനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നിരുന്നത്. ബനൂ ഹാശിമുകാർക്ക് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകൾക്ക് പോലും അലിവ് തോന്നി, സഹതാപം തോന്നിയിട്ട് പലപ്പോഴായിട്ട് ഇവർക്ക് വളരെ രഹസ്യമായിട്ട് രാത്രിയൊക്കെ പല ആളുകളും ഇവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തിരുന്നു. ആ ഭക്ഷണത്തിൻ്റെ മേലിൽ മാത്രമാണ് ഇത്രയും ആളുകൾ അവരുടെ ജീവൻ നിലനിർത്തിയിരുന്നത് തന്നെ. ഹക്കീം ബിൻ ഹിസാമിൻ്റെ അഥവാ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ് അവർ. കഅബയിൽ പ്രസവിച്ച ആ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അവർ രാത്രിയിൽ ഈ ഖദീജ ബീവിക്കും അവരുടെ ഈ ബനൂ ഹാശിമുകാർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി അതീവ രഹസ്യമായിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ചുമന്ന് അവരുടെ അടിമകളുടെ കൂടെ അവരുടെ ധാന്യസഞ്ചിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി അവിടേക്ക് പോവുകയും വളരെ രഹസ്യമായിട്ട് ഒട്ടകങ്ങളൊക്കെ മാറ്റി ഒരു ഇടത്ത് നിർത്തുകയും ശേഷം ചുമന്നുകൊണ്ട് അവർക്ക് കൊണ്ടുപോയിട്ട് ഈ ധാന്യങ്ങളെ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. ഹിഷാം ബിൻ അംറിനെ പോലുള്ള, മുത്തീബിൻ അദീനെ പോലുള്ള മറ്റു പ്രമുഖ ആളുകളും അവരൊന്നും മുസ്ലിം ആയിരുന്നില്ല. ഇത്തരത്തിൽ വളരെ ഒരു മനുഷ്യരിങ്ങനെ വേദനിച്ച് അവരുടെ ജീവിതം അനുഭവിക്കുന്നത് കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് അവരൊക്കെ മുസ്ലിമിനെ എതിർക്കുന്ന ആളുകളായിട്ട് പോലും വളരെ രഹസ്യമായിട്ട് ആരും പോകാത്തൊരു താഴ്വരയുടെ വഴികളൊക്കെ താണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇവർക്ക് ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ്. കാരണം അത്തരത്തിൽ ഇവർ പീഡിപ്പിക്കപ്പെടുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ ഈ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പോലും സാധിച്ചിരുന്നില്ല എന്നതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഇങ്ങനെ വളരെ ചുരുക്കം ചില ആളുകൾ ഇതുപോലെ രാത്രിയിൽ അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുകയായിരുന്നു. ഒരു ദിവസം അബൂജഹലിന് ഇങ്ങനെ സംശയം തോന്നിയിട്ട് ഒരു ദിവസം രാത്രി ഇങ്ങനെ താഴ്വരയുടെ സമീപത്തൂടെ നടക്കുമ്പോഴാണ് ഈ ഹക്കീം ബിൻ ഹിസാം ഒരു ധാന്യ സഞ്ചിയുമായിട്ട് തൻ്റെ അടിമയുടെ കൂടെ ആ താഴ്വരയുടെ ഭാഗത്തേക്ക് പോകുന്നത് അബൂജഹൽ കാണുന്നത്. ഉടനെ അവരെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാണ് ഇത്രയും ധാന്യ സാധനങ്ങളായിട്ട് പോകുന്നത്? ഉടനെ ഹക്കീം ബിൻ ഹിസാം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്.
എന്ന് കള്ളം പറയുന്നുണ്ട്. ആ സമയത്ത് അബൂജഹലിന് മനസ്സിലായി ഇത് അവിടേക്ക് ബനു ഹാഷിമുകാർക്ക് കൊണ്ടുകൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതോടുകൂടെ അവർക്കിടയിൽ തർക്കം നടക്കുകയാണ്. ഉടനെ അവർ അക്രമത്തിലേക്കൊക്കെ പോവും എന്ന സാഹചര്യം ആയപ്പോഴേക്കും അവിടേക്ക് മറ്റൊരു മനുഷ്യൻ, വളരെ വൃദ്ധനായ അബുൽ ബഖ്തരി എന്നറിയപ്പെടുന്ന, ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ രംഗങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അവരെ ഇങ്ങനെ ആക്രമിക്കുന്നത്? അവരവരുടെ സഹോദരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ധാന്യ വസ്തുക്കളാണ് ഇതെല്ലാം, അതുകൊണ്ട് നീ അവരെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഇത് അറിഞ്ഞതോടുകൂടെ അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വളരെ അദ്ദേഹം കണിശമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും രഹസ്യമായിട്ട് ബനു ഹാഷിമാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ കണിശമായിട്ടാണ് പിന്നീടുള്ള രാത്രികളിലൊക്കെ അബൂജഹൽ നിരീക്ഷിക്കുന്നത്. ഈ വേദനയുടെ നാളുകളിലാണ് അബൂ ത്വാലിബിൻ്റെ അത്രയും വേദന നിറഞ്ഞ ഈ ജീവിത സാഹചര്യങ്ങളെ ഒപ്പിയെടുക്കുന്ന കവിതാ ശകലങ്ങളൊക്കെ പുറത്തു വരുന്നത്. അബൂ ത്വാലിബ് വളരെ വേദനയോടെ ഈ സാഹചര്യങ്ങളെ ഒപ്പിയെടുത്ത കവിതാശകലങ്ങൾ പാടുന്നതോടുകൂടെ അത് പലരിലേക്ക് എത്തുന്നുണ്ട്. അത് ഹൃദയത്തിൽ നിന്നുള്ള ഈ വേദനകളെ സംബന്ധിച്ചുള്ള വളരെ തിക്തമായ ഓർമ്മകളുടെ, അനുഭവങ്ങളുടെ കവിതാവാക്യങ്ങളായിരുന്നു. അത് പല കുറേശികളെയും ഞെട്ടിച്ച് കളയുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അബൂ ത്വാലിബ് എല്ലാവിധ മാർഗങ്ങളും തേടുന്നുണ്ട്. അഥവാ രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ അബൂ ത്വാലിബിൻ്റെ വിരിപ്പിൽ തന്നെയാണ് പ്രവാചകനെയും കിടത്തുന്നത്. ആരെങ്കിലും രാത്രി വന്നിട്ട് പ്രവാചകൻ ആക്രമിക്കുമോ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഈ അബൂ ത്വാലിബിൻ്റെ കവിതകളൊക്കെ കണ്ടിട്ട് ഈ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പല ആളുകളും മുന്നിട്ട് വരികയാണ്. നമ്മൾക്ക് ഈ ഉപരോധം ഇങ്ങനെ കണ്ടു നിൽക്കാൻ നമുക്കാവില്ല. ചരിത്രത്തിൽ മുൻപ് എവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധമാണ് ഒരു സമൂഹം ഇങ്ങനെ അത്രത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. അവർക്ക് അവരുടെ അവകാശമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടമൊക്കെ നമ്മൾ ഹനിക്കുകയാണ്. അത് അവകാശ ലംഘനങ്ങൾക്കെതിരെയാണ് എന്ന ജനാധിപത്യ മൂല്യപരമായ ആ ചോദ്യങ്ങൾ പോലും അക്കാലത്ത് പോലും അവർ ഉയർത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഈ ഒരു സാഹചര്യത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ ഖുറൈശികൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹക്കീമുബിന് ഹിസാമും ഇഷാമുബിന് അമ്രും മുത്തീബിന് അദീനെ പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നമുക്കിതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവർ ഇതിനെതിരെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. ഈ അബൂജഹലിൻ്റെ ഗോത്രക്കാരനായിരുന്ന ഈ സുഹൈർ ബിൻ അബി ഉമയ്യയുടെ അടുത്തേക്കാണ് ഇവർ എല്ലാവരും ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരെ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഉമ്മയുടെ ഗോത്രക്കാരാണ് ഈ ബനു ഹാഷിമാർ. അതുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്, ഓ സുഹൈർ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ഉമ്മയുടെ ഗോത്രക്കാർ അവിടെ പട്ടിണി കിടന്ന് അവർ ജീവിതത്തിനും മരണത്തിനിടയിൽ കിടന്നിട്ട് പൊരുതുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ജീവിത സുഖങ്ങളിൽ ആർമാദിക്കാൻ സാധിക്കുന്നത്? അവരുടെ വേദനകൾ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ഈ അബൂജഹലിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഈ സുഹൈർ ബിൻ അബി ഉമയ്യയുടെ അടുത്ത് ചെന്നിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുഹൈർ മറുപടി പറയുന്നുണ്ട്, അതെ, എനിക്ക് വളരെ വേദനയുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനാകും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന വേവലാതി കൂടെ അവർക്ക് മുന്നിൽ അറിയിക്കുകയാണ്. ഇത്തരത്തിലൂടെ ആയപ്പോൾ എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇവരെ കൂടെ പിടിച്ചിട്ട് ഒരു പദ്ധതിയാണ് അന്ന് അവിടെ തയ്യാറാക്കുന്നത്. അങ്ങനെ ഈ മുത്തീബിൻ അദിയും മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഇക്രിമയൊക്കെ കൂടിയിട്ട് അബുൽ ബഖ്തരിയൊക്കെ കൂടിയിട്ട് ഇവരെല്ലാവരും ഒരു 5 അംഗ സംഘം ഇവർ രൂപീകരിക്കുകയാണ്. സമാ എന്നു പേരുള്ള മറ്റൊരു മനുഷ്യനൊക്കെ ഇവരുടെ കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ ഇവർ രാത്രി ആരും കാണാതെ ഒരു താഴ്വരയുടെ സമീപത്ത് ചെന്നിട്ട് ഇവർ 5 പേരും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഒരു വളരെ വലിയൊരു പ്ലാനാണ് പിറ്റേന്ന് തയ്യാറാക്കുന്നത്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കഅബയുടെ സമീപത്തേക്ക് വരും. ആ സമയത്ത് അവതരിപ്പിക്കാനുള്ള വലിയൊരു പ്ലാൻ അന്ന് ആ രാത്രി അവർ കൂടി തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ മക്ക ഉണർന്നു കഴിഞ്ഞ് എല്ലാവരും പതിവ് പോലെ കഅബയുടെ സമീപത്ത് തവാഫിനെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ ആ വേളയിൽ ഈ 5 പേരും 5 ഭാഗങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത്. അഥവാ അവർ തവാഫ് ചെയ്യാനിരിക്കുമ്പോൾ 5 പേരും 5 ഭാഗത്തായിട്ട് പോയിരിക്കുന്നു. ശേഷം ഈ സുഹൈർ ഈ തവാഫിൻ്റെ ഇടയിൽ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, ഓ മക്കക്കാരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ നിമിഷവും ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്, കിടന്നുറങ്ങാൻ സാധിക്കുന്നത്? നമ്മുടെ അതേ കൂടെ ജീവിക്കുന്ന ബനു ഹാഷിമാർ അപ്പുറത്ത് പട്ടിണി കിടക്കുകയാണ്. ക്രൂരമായിട്ട് ആ മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനും സുഭിക്ഷമായിട്ട് ജീവിക്കാനും സാധിക്കുന്നത് എന്ന ഒരു ചോദ്യം ആ മക്കക്കാർക്കിടയിലേക്ക് സുഹൈർ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഉടനെ അബൂജഹൽ എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, നീ കള്ളനാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണല്ലോ അത്, അതുകൊണ്ട് അതിനെ തള്ളിപ്പറയാൻ നിനക്ക് സാധിക്കില്ല, നീ എന്തൊരു കള്ളനാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബൂജഹൽ സുഹൈറിനെ എതിർക്കുന്നുണ്ട്. ഉടനെ ആൾക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നേരത്തെ ഏൽപ്പിച്ചിരുന്ന സമ്ആ ബിൻ അസ്വദ് എഴുന്നേറ്റ് പറയുന്നു, അതെ, നീയാണ് കള്ളൻ, നീ എല്ലാവരെയും നിർബന്ധിപ്പിച്ച് എന്ത് ചെയ്യാണ്, ഈ കരാറിൽ ഒപ്പുവെപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിനെതിരെ ഇവർ സംസാരിക്കുകയാണ്. ഉടനെ
ആൾക്കൂട്ടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാണ്, അബുൽ ബഖ്തരി എഴുന്നേറ്റ് പറയുന്നു, അതെ നീ തന്നെയാണ് കള്ളൻ, എല്ലാവരെയും നിർബന്ധിപ്പിച്ച് ഈ കരാറിൽ ഒപ്പുവെപ്പിച്ചതെന്താണ് അബൂജഹലാണ്, ഇതെല്ലാവരുടെയും തീരുമാനമൊന്നും ആയിരുന്നില്ല, നീ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ് എന്ന് അബുൽ ബഖ്തരി ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ ആൾക്കൂട്ടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഈ മുത്തിയ എഴുന്നേറ്റ് പറയുന്നു, അതെ നീ പറഞ്ഞിപ്പൊക്കെ പറഞ്ഞു തന്നെയാണ് ശരി, മാത്രമല്ല അവസാനമായിട്ട് ആൾക്കൂട്ടത്തിന് മുന്നിൽ ഹിഷാം എഴുന്നേറ്റ് സംസാരിക്കുന്നു. അതെ, അങ്ങനെ ഈ 5 പേരും ആൾക്കൂട്ടത്തിൻ്റെ പല ഭാഗങ്ങളായി നിന്നുകൊണ്ട് ഈ അബൂജഹലിനെതിരെ സംസാരിക്കുകയാണ്. ഇവർ ഒരുമിച്ച് നിന്ന് സംസാരിക്കാത്തതിൻ്റെ കാരണം അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകും ഇവർ ആദ്യമേ ഇത് തീരുമാനിച്ച് വന്ന് അവതരിപ്പിച്ചൊരു പ്ലാനാണ്, അതുകൊണ്ട് നമുക്കതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് അവർ 5 പേരും 5 ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഒരു വാദം ഉയർത്തിയത് കൊണ്ട് തന്നെ ആ ആൾക്കൂട്ടം മുഴുവനും അബൂജഹലിനെതിരെ തിരിഞ്ഞ ഒരു പ്രതീതി അവിടെ ഉണ്ടായി വരുന്നു. ആ അബൂജഹലിന് മനസ്സിലാവുന്നുണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയെടുത്തൊരു പ്ലാനാണ്, പക്ഷേ അദ്ദേഹത്തിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാനാവുന്നില്ല. ആൾക്കൂട്ടം മുഴുവനും തനിക്കെതിരെ തിരിഞ്ഞ ഒരു പ്രതീതിയായിരുന്നു അന്ന് രാവിലെ അബൂജഹൽ ആ കഅബക്ക് സമീപത്ത് നിന്ന് നേരിട്ടത്. അത് അവർക്ക് വലിയ തിരിച്ചടിയായി. അതേ അവസരത്തിൽ ഷൈബ് അബൂ താലിബിൽ മറ്റൊരു മനോഹരമായ കാഴ്ച കൂടെ നടക്കുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, അബൂ താലിബ് നമുക്ക് വളരെ സന്തോഷ വാർത്തയുണ്ട്, അഥവാ എനിക്ക് വഹി വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾക്കെതിരെ മക്കക്കാരെഴുതിയിരുന്ന ആ കരാർ, കഅബയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ കരാർ മുഴുവനും ചിതൽ നിന്ന് തീർത്തിട്ടുണ്ട് എന്ന് എനിക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഉടനെ അബൂ താലിബ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയല്ലേ, നിങ്ങൾക്ക് വഹി ലഭിച്ചു തന്നെ എന്നല്ലൊക്കെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം മൂളിയതോടുകൂടെ അബൂ താലിബ് നേരെ മക്കക്കാരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. ഈ അബൂജഹലിനെതിരെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അബൂ താലിബ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് അവിടേക്ക് നടന്നു വരുന്ന കാഴ്ചകൾ കാണുന്നത്. ഉടനെ അവരെല്ലാവരും ചിന്തിച്ചു, അബൂ താലിബ് ഈ ഇതിന് വഴങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്, കരാർ പിൻവലിക്കാനും പ്രവാചകനെ കൊല്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ച് വന്നതാണ് എന്നാണ് എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ അബൂ താലിബ് നേരെ വന്നിട്ട് ഈ നടന്ന സംഭവങ്ങളൊക്കെ ഇവരോട് പറയുകയാണ്. അബൂ താലിബ് ഈ ആളുകൾക്കിടയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ആ കരാറ് മുഴുവനും ചിതൽ നിന്ന് തീർത്തിട്ടുണ്ട്, എനിക്ക് മുഹമ്മദിന് വന്ന വഹിയാണ് എന്ന സത്യം അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ സമയത്ത് ഖുറൈശികൾ പൊട്ടിച്ചിരിക്കുകയാണ്. കഅബയ്ക്കുള്ളിൽ അത്രയും ഭദ്രമാക്കി വെച്ചിരുന്ന ആ കരാറ് ചിതൽ തിന്നുകയോ, ചിതൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ കഅബയുടെ പുറത്ത് അതിൻ്റെ അടയാളങ്ങൾ എന്തെങ്കിലും കാണണം. ഇത് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അതൊരിക്കലും സാധ്യമല്ല, അസാധ്യമാണ് എന്ന് ഖുറൈശികൾ പ്രഖ്യാപിക്കുകയാണ്. ഉടനെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, ചിതൽ തിന്നിട്ടുണ്ട് എങ്കിൽ ആ കരാറിനെ നമുക്ക് പൂർണ്ണമായിട്ട് റദ്ദാക്കാം. ഇനി അതല്ല, കരാറിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല, ചിതൽ തിന്നിട്ടില്ല എങ്കിൽ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് അബൂ താലിബിനോട് ഇവർ പ്രഖ്യാപിക്കുകയാണ്. ഉടനെ അബൂ താലിബ് സമ്മതിക്കുന്നു. അങ്ങനെ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ചിതൽ കയറാൻ ഒരു സാധ്യതയുമില്ല. ആളുകൾ വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യാണ്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് അബൂ താലിബ് സമ്മതം നൽകിയിരിക്കുകയാണ്. ആ സമയത്താണ് അബൂ താലിബ് അവിടെ നോക്കി നിൽക്കെ തന്നെ ആളുകൾ മുഴുവൻ അകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ആ കരാർ എന്ത് ചെയ്യുന്നത് എടുത്തുകൊണ്ടിരുന്നത്, അവരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ. ആ കരാർ തുടങ്ങിയിരുന്നത് ബിസ്മി അല്ലാഹുമ്മ എന്ന് വെച്ചിട്ടായിരുന്നു. നമ്മൾ നേരത്തെ പലവട്ടം സൂചിപ്പിച്ചതാണ്, അവർക്ക് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു വലിയ ദൈവമുണ്ട് എന്നവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആ അള്ളാഹുവിന് കൂടെ അവർ പല ദൈവങ്ങളെയും കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് മക്ക മുശ്രിക്കുകൾ ചെയ്ത വലിയ പാവം. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹുമ്മ എന്നുകൊണ്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, അവർ ആ കരാർ തുടങ്ങിയിരുന്നത്. ആ ഒരു വാക്യം ഒഴികെ ബാക്കിയെല്ലാം ചിതൽ നിന്ന് തീർത്ത ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് അന്ന് ഖുറൈശികളോടെ കാണുന്നത്. ഉടനെ ഈ കാഴ്ച അവർക്ക് അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടെ അവരതിന് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നുണ്ട്, ഇത് മുഹമ്മദിൻ്റെ മാരണമാണ്, അതവൻ്റെ കൂടോത്രമാണ്, ഇതൊന്നും ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ രംഗത്തെയും എതിർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ കാഴ്ച കൂടെ വന്നതോടുകൂടെ ആ കരാർ അവിടെ പരസ്യമായിട്ട് റദ്ദാക്കപ്പെടുകയാണ്. പ്രവാചകനും സഹാബത്തിനും വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ എല്ലാവരും ഷൈബ് അബൂ താലിബിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് തന്നെ വരുന്നുണ്ട്, അവരുടെ വീടുകളിലേക്ക് തന്നെ വരുന്നുണ്ട്. അവരുടെ പതിവ് പോലെ കച്ചവടവും അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തന്നെ ഇവർ തിരിച്ചു വരുന്ന മനോഹരമായ കാഴ്ച, വളരെ ആശ്വാസത്തിൻ്റെ കാഴ്ചയാണ് അവിടെ നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അതിദാരുണമായി പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ കഥയാണ് ഈ ഒരു ഷൈബ് അബൂ താലിബിൽ ഉപരോധിക്കപ്പെട്ട
മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ നമുക്കും ഇതുപോലത്തെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ഈ ലോകത്തിൻ്റെ പലയിടങ്ങളിലും കാണുന്നുണ്ട്. അവർക്കൊക്കെ ഐക്യദാർഢ്യം കൂടിയാണ് സംഭവം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാവുന്നത് ശത്രുക്കളെല്ലാവരും തുല്യരല്ല എന്നുള്ളത് കൂടെയാണ്. ഇവിടെ ഈ ഉപരോധം അവസാനിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നതൊന്നും മുസ്ലിങ്ങളല്ല. അത് പലപ്പോഴായിട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ കേവലം ഇസ്രായേലിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവരുടെ എല്ലാ ആളുകളും, നമ്മൾ കേവലം അവിടുത്തെ ഇസ്രായേൽ എല്ലാ മനുഷ്യരെക്കുറിച്ചും നമ്മളൊന്നും സംസാരിക്കുന്നില്ല. അവിടെ ഈ വംശഹത്യക്കെതിരെ അതിനെതിരെ അപലപിക്കുന്ന, ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇസ്രായേലിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ജനറലി അവരെല്ലാവരെയും എതിർക്കരുത് എന്ന് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ആ അപവാദങ്ങളൊക്കെ നമുക്ക് നേരെ തിരിച്ചു വരുന്നുണ്ട്. അഥവാ പലയിടത്തെങ്കിൽ കൂടെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന തീവ്രവാദ ആക്രമണങ്ങളെ മുഴുവനും ഇസ്ലാമിൻ്റെയും മുഴുവൻ മുസ്ലിങ്ങളുടെ മേലിൽ ചാപ്പകുത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സമകാലിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് കടക്കരുതെന്ന് കൂടി ഈ ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ശത്രുക്കളും ഒരുപോലെയല്ല, പലതരത്തിലുള്ള ശത്രുക്കളെന്ന് മക്കയിൽ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ശത്രുക്കൾ, പ്രവാചകനെ സ്നേഹിക്കുന്ന, അവരുടെ മതം വിശ്വാസങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ കുടുംബമഹിമ കൊണ്ട് മാത്രം പലതരത്തിലുള്ള ശത്രുക്കൾ അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ശത്രുക്കളെയും ഒരേ കണ്ണിലൂടെ നമ്മൾ കാണരുത് എന്ന പാഠം കൂടെയൊക്കെ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉപരോധത്തിന് ശേഷം വരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് പിന്നീട് അതിദാരുണമായ വേദനയുടെ, തുടർച്ചയായ വേദനകളുടെ ഒരു പരമ്പരയാണ് പിന്നീട് പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ആമുല്ലുസ്ൻ എന്നറിയപ്പെടുന്ന, പ്രവാചകൻ്റെ ജീവിതത്തിൽ ദുഃഖവർഷം എന്ന് ചരിത്രകാരന്മാർ രൂപപ്പെടുത്തിയ ആ വർഷത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് അടുത്ത ഒരു വീഡിയോയിലൂടെ നമ്മൾ കടക്കുന്നത്. പ്രവാചകൻ അത്രയും സ്നേഹിച്ച പ്രിയപ്പെട്ട മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ട ആ വേദനാവർഷത്തിൻ്റെ കഥ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. ഇതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.